ഇറാനിൽ ഭരണവിരുദ്ധ കലാപം ആളിക്കത്തുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഭരണകൂടം ഇന്റർനെറ്റ്, ഫോൺ ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. പുറത്തുള്ളവർക്ക് ശരിക്കും അവിടെ നടക്കുന്നത് അറിയാൻ കഴിയാത്ത അവസ്ഥ. എന്താണ് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ കാരണം? വിലക്കയറ്റമാണോ? തിയോക്രസിയോടുള്ള എതിർപ്പാണോ? അതോ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുന്ന സ്ത്രീവിരുദ്ധത കാരണമാണോ? സ്ത്രീകളും യുവജനങ്ങളും തെരുവിലിറങ്ങുന്ന വിപ്ലവമാണ് ഇറാനിൽ നടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്ന, കലാപം സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇറാനിൽ മാത്രമായിരിക്കും. അതെ, ഫെമിനിസം പോരാടുന്ന ഒരു കാഴ്ച കൂടി ഇറാനിൽ കാണാം. ഒരു പള്ളി ഈ കലാപത്തിനിടയിൽ കത്തിച്ചു എന്നും വാർത്ത വരുന്നുണ്ട്. ഭൂരിപക്ഷം ഷിയ മുസ്ലിംസ് മാത്രമുള്ള സ്ഥലമാണ് ഇറാൻ. അവിടെ അവർ ഒരു പള്ളി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മതഭരണകൂടത്തോടുള്ള വെറുപ്പാണ് കാണിക്കുന്നത്. ഇറാനിയൻ ജനതയിൽ പലരും ഭരണകൂടത്തോട് വെറുപ്പുമായാണ് ജീവിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഏറ്റവും പുതിയ കാരണം നോക്കിയാൽ അത് വിലക്കയറ്റവും വെള്ളം കിട്ടാനില്ലാത്തതുമൊക്കെയാണ്. 1 കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെള്ളം റേഷനായാണ് കൊടുക്കുന്നത്. എന്നിട്ടും പലർക്കും ബേസിക് ആവശ്യത്തിന് പോലും വെള്ളം കിട്ടുന്നില്ല എന്നൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അത് കാരണം ജനങ്ങളെ മൊത്തം മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും, ക്യാപിറ്റൽ ടെഹ്റാനിൽ നിന്നും മാറ്റേണ്ടി വരും എന്നൊക്കെ ഭരണകൂടം കൺസിഡർ ചെയ്യുന്നതായി റിപ്പോർട്ട്സ് വന്നിരുന്നു. അത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ എത്തിയ ലെവലിൽ അഴിമതിയും മിസ്മാനേജ്മെന്റും ഒക്കെയാണ് ഖൊമേനിയുടെ മത നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമാണോ കാരണം? വെള്ളം, ഭക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ജനം തെരുവിലിറങ്ങുന്നതിൽ അത്ഭുതമില്ല. ജനങ്ങളുടെ ഇത്തരം ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഭരണകൂടത്തിന് കഴിയേണ്ടതാണ്. എന്നാൽ ഇത് മാത്രമല്ല, കാലങ്ങളായി നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ക്രൈസിസും ഇറാനിലുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് ഇറാനിൽ ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായത് 2022 മഹ്സ അമീനി വധവുമായി ബന്ധപ്പെട്ടതാണ്. 22 വയസ്സുള്ള ഒരു യുവതിയായിരുന്നു മഹ്സ അമീനി. ഹിജാബ് ശരിയായിട്ടല്ല ഇട്ടത് എന്നും 1-2 മുടിയിഴകൾ പുറത്തു കാണുന്നുണ്ടെന്നും ആരോപിച്ച് തെരുവിലൂടെ സഹോദരനൊപ്പം നടന്നു പോവുകയായിരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ തല്ലി വയലന്റായി ആക്രമിച്ചു. അവർ പോലീസ് കസ്റ്റഡിയിൽ കോമയിലേക്ക് പോയി, ഒടുവിൽ മരണപ്പെട്ടു. അതിനുശേഷം സ്ത്രീകളടക്കം യുവജനത വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു. പ്രക്ഷോഭമുണ്ടായി, ഹിജാബുകൾ കത്തിച്ചു, പബ്ലിക്കായി മുടി മുറിച്ചു, വുമൻ ലൈഫ് ഫ്രീഡം എന്ന മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങി. ഇറാനിന്റെ ചരിത്രത്തിലെ ഒരു വലിയ ഫെമിനിസ്റ്റ് മൂവ്മെന്റായി അത് മാറി. എന്നാൽ ആ പ്രക്ഷോഭത്തെ സർക്കാർ അടിച്ചമർത്തി. കൂട്ടം കൂട്ടമായി ജനങ്ങളെ അറസ്റ്റ് ചെയ്തു, അവരെ ടോർച്ചർ ചെയ്തു, കൊലപ്പെടുത്തി. എന്നാൽ അത്തരം അടിച്ചമർത്തലുകൾക്ക് അധികം ആയുസില്ലല്ലോ. ഒരിക്കൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോളിൽ നിർത്താൻ പാടാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സ്ത്രീകൾ ഇപ്പോഴും അവിടെ പബ്ലിക്കിൽ ഹിജാബ് ഊരിയും വസ്ത്രമഴിച്ചും ഒക്കെ പ്രതിഷേധിക്കുക തന്നെയാണ്. ഇനി അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കുറെ പ്രവാസികൾ കാണുന്നുണ്ടാകും. അതുകൊണ്ട് പ്രവാസികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ വീഡിയോയിലെ പോലെ ഗ്ലോബലായ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പ്രവാസികൾ അത് കൂടുതലായും കേൾക്കാറുണ്ട്. കാരണം നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിയുന്നവരാണ് പ്രവാസികൾ. എന്നാൽ അവർ വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേരളത്തിൽ നല്ല ചികിത്സ കിട്ടണമെങ്കിൽ അതിന് നല്ല പണം ചിലവാകും. അതുകൊണ്ട് പ്രായമായ മാതാപിതാക്കൾ നാട്ടിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിൽ വരുന്നവരാണെങ്കിൽ നിർബന്ധമായി നല്ല കവറേജ് ഉള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു വെക്കണം. ഇപ്പൊ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% വരെ കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. അതും ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അതിന് എളുപ്പത്തിനായി ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ GST ഇല്ലാത്തത് കൊണ്ട് മുൻപ് 10 ലക്ഷം രൂപയുടെ പോളിസിക്ക് കൊടുത്തിരുന്ന പൈസ കൊണ്ട് ഇപ്പൊ 20 ലക്ഷം വരെ കവറേജ് ഉള്ള പോളിസി എടുക്കാം. അതായത് കുടുംബത്തിന് മൊത്തമായുള്ള പ്ലാൻ കുറഞ്ഞ വിലയ്ക്ക് മാസം തോറും അടവ് വരുന്ന രീതിയിൽ 25% വരെ ഡിസ്കൗണ്ട് എടുക്കാം. അൺലിമിറ്റഡ് കവറേജ് ഉള്ള പോളിസികളുമുണ്ട്. ക്ലെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ അവർ തന്നെ ഏർപ്പാടാക്കി തരുന്ന ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ ഡോക്യുമെന്റ്സ് മുതൽ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് വരെ ക്ലെയിമിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹായിക്കും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, ഡിസ്ചാർജ് കഴിഞ്ഞുള്ള കെയർ, മെഡിക്കൽ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുക, ക്ലെയിം ഫയലിംഗ്, എല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കും. ക്ലെയിം സപ്പോർട്ട് 30 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടും. അപ്പൊ ഈ ബെനിഫിറ്റ്സ് ഒക്കെയുള്ള ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇറാനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടക്കുന്ന കലാപം വ്യാപാരികളാണ് തുടങ്ങി വെച്ചത്. ഇറാനിലെ കറൻസിയുടെ മൂല്യത്തകർച്ച, കൂടി വരുന്ന ഇൻഫ്ലേഷൻ, ചില ഗവൺമെന്റ് പോളിസികൾ, ഇതൊക്കെയായിരുന്നു കാരണം. ഏതാണ്ട് 50% മൂല്യ തകർച്ചയാണ് കറൻസിക്ക് ഉണ്ടായത്. ഇൻഫ്ലേഷൻ ഏതാണ്ട് 50% കൂടി. മിഡിൽ ക്ലാസ് ആളുകൾ ദരിദ്രരാകുന്ന അവസ്ഥ വന്നു. ഈ വ്യാപാരികൾ എല്ലാ കാലവും ഭരണകൂടത്തിനൊപ്പം നിന്നവരായിരുന്നു. ക്ലറിക്കൽ റൂളിനെ സപ്പോർട്ട് ചെയ്തവരായിരുന്നു. അവരാണ് ഇപ്പോൾ എതിരായിരിക്കുന്നത്. ഡൗൺ വിത്ത് ദ ഡിക്റ്റേറ്റർ എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു കേൾക്കുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വികാരമാണിത്. അതായത് ഇൻഫ്ലേഷനെതിരെ ഉണ്ടായി വന്ന എതിർപ്പ് ഇപ്പോൾ ഭരണകൂട വിരുദ്ധ വികാരമായി വളർന്നു. സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നും രാഷ്ട്രീയ പ്രശ്നത്തിലേക്കുള്ള മാറ്റം. US ഏർപ്പെടുത്തിയ സാങ്ഷൻസ് ആണ് ഇറാനിന്റെ എക്കണോമി തകരാനുള്ള കാരണങ്ങളിൽ ഒന്ന്. മറ്റൊരു പ്രശ്നം, ഇറാൻ എപ്പോഴും യുദ്ധത്തിനിടയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നതാണ്. റീജിയണൽ കോൺഫ്ലിക്ട്സ് എപ്പോഴും ഇറാന്റെ ഒരു രീതിയാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ്, ഇറാഖിലെയും സിറിയയിലെയും മിലിറ്റൻസ്, ഇവരെയൊക്കെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധത്തിനും സ്ത്രീകളുടെ ഹിജാബ് നേരെയാണോ എന്ന് നോക്കുന്നതിനും ഇറാൻ ചെലവഴിക്കുന്ന പണം, ടെക്നിക്കൽ സപ്പോർട്ട്, ഇതൊന്നും ജനങ്ങളുടെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇറാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ്. യൂത്ത് ഭരണകൂട വിരുദ്ധ വികാരത്തിലാണ്. സർക്കാർ അധികാരം നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ എല്ലാം അടിച്ചമർത്താൻ നോക്കുകയാണ്. ഇനി ആയത്തുള്ള ഖൊമേനിയിലേക്ക് വരാം. ഇയാൾ മോഡേൺ ഇറാനിയൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. 1960 കാലഘട്ടത്തിൽ ഇറാൻ ഭരിച്ചിരുന്നത് വെസ്റ്റിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഷാ രാജ
രാജാവായിരുന്നു. അന്ന് മതത്തിന് ഇറാനിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. മുല്ലമാർക്ക് അവരുടെ പവർ നഷ്ടപ്പെട്ടിരുന്നു. അതായത് തിയോക്രസി അല്ലായിരുന്നു. ഷായുടെ മോഡേണൈസേഷൻ കാരണം അന്നത്തെ ചെറുകിട വ്യാപാരികൾക്ക് വലിയ നഷ്ടം വന്നു. ആ സമയത്ത് ഖൊമൈനി പരസ്യമായി ഷായെ എതിർത്ത് രംഗത്ത് വന്നു. US ഇൻഫ്ലുവൻസിനെ എതിർത്ത് സംസാരിച്ചു. വെസ്റ്റേൺ കൾച്ചർ, കറപ്ഷൻ ഇതിനെയൊക്കെ എതിർത്തു. വ്യാപാരികൾ, സാധാരണക്കാരൊക്കെ ഖൊമൈനിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സാധാരണക്കാരുടെ ഒരു മോറൽ വോയിസായി റിലീജിയസ് ആയ ഖൊമൈനി മാറി. ഇത് കണ്ട ഷാ അദ്ദേഹത്തെ നാടുകടത്തി. എന്നാൽ ഈ നാടുകടത്തൽ ശരിക്കും ഖൊമൈനിയെ പവർഫുൾ ആക്കാനാണ് സഹായിച്ചത്. റവല്യൂഷന്റെ സമയത്ത് ഖൊമൈനി ആ റവല്യൂഷന്റെ മുഖമായി മാറി. റിലീജിയസ് ആയ, ഫിയർലെസ് ആയ ഖൊമൈനിയുടെ പേര് വിപ്ലവകാരികൾ മുദ്രാവാക്യമാക്കി. അങ്ങനെ ആ റിവല്യൂഷന്റെ നായകനായി ഖൊമൈനി മാറി. ഷായെ പുറത്താക്കാൻ അന്നത്തെ മുല്ലമാർ മുതൽ വിദ്യാർത്ഥികൾ തൊട്ട് ഫെമിനിസ്റ്റ്സ്, ലെഫ്റ്റിസ്റ്റ്സ്, വർക്കേഴ്സ്, ലിബറൽസ് എല്ലാം ഖൊമൈനിയുടെ കൂടെ നിന്നു. എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഖൊമൈനി ഫെമിനിസ്റ്റ്സ്, ലെഫ്റ്റിസ്റ്റ്സ്, ലിബറൽസിനെയൊക്കെ ഇല്ലാതെയാക്കി. മുല്ലമാർക്ക് മാത്രം പവർ കൊടുത്തു. അങ്ങനെ ഖൊമൈനി ഇറാന്റെ സുപ്രീം ലീഡറായി. ഒരുതരം റിലീജിയസ് ഡിക്റ്റേറ്റർഷിപ്പ്. ആ ഖൊമൈനിക്കെതിരെയാണ് ഇന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. അതായത് ഒരു കാലത്ത് ഫെമിനിസ്റ്റ്, ലെഫ്റ്റിസ്റ്റ് ആളുകൾ ഖൊമൈനിയെ സപ്പോർട്ട് ചെയ്തത് ഷായോടുള്ള വിരോധം കാരണമായിരുന്നു. പിന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള വിരോധവും. എന്നാൽ ഐഡിയോളജിയുടെ കാര്യത്തിൽ ഖൊമൈനിയും ഇവരും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത വ്യത്യാസമുണ്ടായിരുന്നു. ലെഫ്റ്റിസ്റ്റ് തിയോക്രസിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചവരായിരുന്നു. മതം ഭരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരായിരുന്നില്ല. എന്നാൽ ഖൊമൈനി മുല്ലമാരുടെ ഭരണമാണ് ഇറാനിൽ കൊണ്ടുവന്നത്. അതുമാത്രമല്ല, സ്ത്രീകൾ നിർബന്ധമായും ഹിജാബ് ധരിക്കണമെന്ന ഓർഡറും ഭരണം കിട്ടിയ ഉടനെ അദ്ദേഹം പുറപ്പെടുവിച്ചു. ഇത് ഫെമിനിസ്റ്റുകൾ ഒപ്പോസ് ചെയ്തു. അതായത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതാൻ കൂടെ നിന്ന ലിബറൽസിനെ ഖൊമൈനി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഒപ്രസ് ചെയ്യാനും ഇല്ലാതാക്കാനും തുടങ്ങിയെന്ന്. വ്യാപാരികളുടെ കാര്യവും ഇന്നിപ്പോ ഏകദേശം ഇതുപോലെയായി. ഫോറിൻ മോണോപോളി തകർക്കാൻ ഖൊമൈനിയുടെ കൂടെ നിന്ന വ്യാപാരികൾക്ക് ഇപ്പോൾ മുല്ലമാരുടെ കൺട്രോളിലുള്ള ബസാറാണ് തിരിച്ചു കിട്ടിയത്. എങ്ങനെയാണ് പണ്ട് ഷാ ഇടത്തരം വ്യാപാരികളെ ട്രീറ്റ് ചെയ്തത്, അതുപോലെ തന്നെയാണ് ഇന്ന് ക്ലറിക്കൽ ഭരണകൂടം ഇടത്തരം വ്യാപാരികളെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് വ്യാപാരികൾ വിപ്ലവം തുടങ്ങിയത് ഡെമോക്രസിക്ക് വേണ്ടിയോ ഡിക്റ്റേറ്റർഷിപ്പ് അവസാനിപ്പിക്കാനോ അല്ല, പകരം നിലനിൽപ്പിന് വേണ്ടിയാണ്. ചുരുക്കത്തിൽ 1979 ഷായെ അട്ടിമറിച്ച ഇറാൻ റവല്യൂഷൻ അയത്തുള്ള ഖൊമൈനിയെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സുപ്രീം ലീഡറാക്കി. അതിനുശേഷം അവിടെ തിയോക്രസിയായിരുന്നു. അതായത് മത നിയമങ്ങളാണ് ഭരിച്ചിരുന്നത്. ഇപ്പോൾ ഈ മത ഭരണകൂടത്തിനെതിരെ ഒരു റവല്യൂഷൻ സംഭവിക്കുകയാണ് ഇറാനിൽ. ഇനിയുള്ള ചോദ്യം, ഇപ്പോൾ നടക്കുന്ന ഈ റവല്യൂഷൻ വിജയിക്കുമോ എന്നതാണ്. എല്ലാ ആയുധങ്ങളും ഭരണ സംവിധാനവും കൈവശമുള്ള മുല്ലമാർ ഒരു വശത്ത്, വിലക്കയറ്റവും കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയും കാലങ്ങളായുള്ള അടിച്ചമർത്തലും സ്ത്രീകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ശരിയാ നിയമവും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി വേറെ വഴിയില്ലാത്തത് കൊണ്ട് പൊരുതി മരിക്കുന്നതാണ് പയ്യെ സഫർ ചെയ്യുന്നതിനേക്കാൾ ഭേദമെന്ന് കരുതി പോരാടുന്ന യുവജനത മറുവശത്ത്. ചില റിപ്പോർട്ട്സ് അനുസരിച്ച് ഈ ലേറ്റസ്റ്റ് പ്രൊട്ടസ്റ്റിൽ 100 കണക്കിന് ആളുകളെ ഖൊമൈനിയുടെ പോലീസ് ഇതിനോടകം കൊന്നു തള്ളിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു വിപ്ലവം അടിച്ചമർത്തിയാലും ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ്, ഇനിയും വൈകാതെ മറ്റൊരു വിപ്ലവം വീണ്ടും ഇറാനിൽ ഉണ്ടാകും. ഇറാനിലെ ജനങ്ങളുടെ ഫയർ കെട്ടുപോകാതെ അവരിങ്ങനെ തുടരെ പ്രതിഷേധം നടത്തുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, പ്രത്യക്ഷത്തിൽ ഇറാൻ 99% മുസ്ലിം രാജ്യമാണെങ്കിലും ഇൻഡിപെൻഡന്റ് സ്റ്റഡീസ് കാണിക്കുന്നത് 50%-ലധികം ആളുകൾ മതരഹിതരായും സെക്യുലറായുമാണ് സ്വയം കാണുന്നത് എന്നതാണ്. അതായത് എത്ര ദുരിതമാണെങ്കിലും മതത്തിന്റെയും ദൈവത്തിന്റെയും പേര് പറഞ്ഞ് മൊല്ലമാർക്ക് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്ന്. മറ്റൊരു കാരണം, അഫ്ഗാനിസ്ഥാനിലെ പോലെ പൂർണ്ണമായും സ്ത്രീകളെ പബ്ലിക് സ്പേസിൽ നിന്ന് തുടച്ചു നീക്കാനോ അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കാനോ മുല്ലമാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം സ്ത്രീകളും മുല്ലമാർ അവരുടെ മേൽ അടിച്ചമർത്തുന്ന ശരിയാ നിയമത്തിന് കീഴിൽ അടിമകളെ പോലെ ജീവിക്കാൻ തയ്യാറല്ല. പിന്നെ ഇറാനിലെ ആയത്തുള്ള ഖൊമൈനിയുടെ ഡിക്റ്റേറ്റർഷിപ്പ്, റഷ്യയുടെ യുക്രൈനിലെ യുദ്ധം, അമേരിക്കയിലെ ട്രംപിന്റെ ചില തീരുമാനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് റിട്ടയർമെന്റ് പ്രായം എപ്പോഴോ കഴിഞ്ഞിട്ടും റിട്ടയർ ചെയ്യാതെ രാജാവായി കടിച്ചു തൂങ്ങി നിൽക്കുന്ന ചില ആളുകളുടെ ഐഡിയോളജിയും ഈഗോ പ്രശ്നങ്ങളും അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളുമാണ് ഇന്ന് ലോക ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എന്നാണ്. അപ്പൊ എന്താണ് ഇറാനിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായുള്ള ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കൾക്കും കുറഞ്ഞ ചെലവിൽ 25% വരെ ഡിസ്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മാതാപിതാക്കളുടെ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് മുതൽ ക്ലെയിം വരെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.